സർ. ഇരിക്കൂ. താങ്ക് യു സർ. മായ മർഡർ കേസ് എന്തായി? ബോഡി കിട്ടിയപ്പോ തന്നെ ഞാൻ ബാലിയെ അറസ്റ്റ് ചെയ്യാനുള്ള ഓർഡർ കൊടുത്തിട്ടുണ്ട് സർ. പക്ഷെ അത് നടന്നില്ല. ഇപ്പോഴും അയാളെ കിട്ടിയിട്ടില്ല. ബോഡി മായയുടേതാണെന്ന് സ്ഥിരീകരിച്ചിട്ടാണോ ഉത്തരവിട്ടത്? അല്ല, സാഹചര്യ തെളിവുകൾ വെച്ച് അത് ബാലി തന്നെ ആയിരിക്കണം. അയാൾ രക്ഷപ്പെട്ടതിന് കാരണം ഉള്ളിൽ നിന്ന് ലീക്കായതുകൊണ്ടാവാം. എസ്.ഐ. റാംമോഹനാണ് സംശയം അല്ലേ? സർക്കംസ്റ്റാൻസസ് എവിഡൻസ് ആണ് അങ്ങനെ ഒരു നിഗമനത്തിൽ ഇടയാക്കിയത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. മരിച്ചത് മായ തന്നെയാണെന്നതിന് ചില തെളിവുകൾ ഇതിലുണ്ട്. താടിയെല്ലിന്റെയും പല്ലിന്റെ ആകൃതി, കാതിലെ കമ്മൽ, കാറിൽ വിരലണിഞ്ഞിരുന്ന മിഞ്ചി, ഡ്രസ്സിന്റെ ഭാഗങ്ങളെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോ അത് മായയുടേത് തന്നെ. കുറച്ചുകൂടി ടെസ്റ്റുകൾ നടത്താനുണ്ട്. സർ, വേറെ നിർണായകമായ വല്ലതും? അതാണ് തന്നെ വിളിപ്പിക്കാൻ കാരണം. മായയെ കാണാതായ ദിവസം രാത്രി അവൾ ബാലിയുടെ വീട്ടിൽ നിന്നും തിരക്കിട്ട് പുറത്തേക്ക് പോയതായി ഒരു ഓട്ടോ ഡ്രൈവറുടെ മൊഴിയുണ്ട്. ആ രാത്രി അവൾ എവിടെയാകും പോയത് എന്നുള്ള അന്വേഷണം നമ്മളെ ഒരു കൺക്ലൂഷനിൽ എത്തിക്കുമെന്നാണ് എന്റെ തോന്നൽ. ആ വഴിക്കൊന്ന് തിരക്കാം സർ. തീർന്നില്ല. ഇത് ബിജു ഒന്ന് വായിച്ചു നോക്കൂ. ഇത് ഊമക്കത്താണല്ലോ സർ. യെസ്. പലപ്പോഴും നമുക്ക് വേണ്ട വിവരങ്ങൾ കിട്ടുന്നത് ഇത്തരം കത്തിലൂടെയല്ലേ? ആ കത്തിൽ പറയുന്ന ശ്രദ്ധിച്ചോ? കാണാതായ രാത്രി മായ സതീശിന്റെ വീട്ടിലുണ്ടായിരുന്നുവെന്ന്. പക്ഷെ അതത്ര വിശ്വസനീയമായി തോന്നുന്നില്ല. എന്തുകൊണ്ട്? സതീശിനെ നമ്മളിപ്പോൾ അന്ധമായി വിശ്വസിക്കുന്നു. നമ്മുടെ കാഴ്ചപ്പാടിൽ ബാലിയാണ് പ്രതി. അതെല്ലാം മറക്കൂ. നമുക്ക് ക്ലീൻ സ്ലേറ്റിൽ തുടങ്ങാം. യെസ് സർ. ഇത്രയും ദൂരം നമ്മെ നയിച്ചതാരാണ്? സതീശൻ. അയാൾ പത്രപ്രവർത്തകനാണ്. എങ്ങനെ വിശ്വസനീയമായ ന്യൂസ് സ്റ്റോറി ഉണ്ടാക്കണമെന്ന് അയാൾക്കറിയാം. ഓക്കെ. മായ മിസ്സിംഗ് ആണെന്ന് തീരുമാനിച്ചതും നമുക്ക് മുമ്പേ അന്വേഷിച്ചു തുടങ്ങിയതും സതീശനാണ്. ഒടുവിൽ മായ മരിച്ചു എന്ന് തീരുമാനിച്ചതും അയാളാണ്. അതിനുവേണ്ടി ഭവത്രാതൻ നമ്പൂതിരി എന്നൊരു കഥാപാത്രത്തെയും കൂടി കൊണ്ടുവന്നു. പിന്നെ നയിച്ചത് അയാളാണ്. ആ വഴിക്ക് പോയപ്പോഴാണ് നമുക്ക് ഡെഡ് ബോഡി കിട്ടിയത്. അത് ശരിയാണ്. പക്ഷേ വളരെ വിശ്വസനീയമായിരുന്നു സർ. അവിടെയാണ് അയാളുടെ വിജയവും നമ്മുടെ തോൽവിയും. ഇതെല്ലാം പിന്നീട് ആലോചിച്ചപ്പോൾ വളരെ ആസൂത്രണം ചെയ്ത ഒരു നാടകമായി തോന്നി എനിക്ക്. ഒരു കാര്യം മാത്രം ആലോചിച്ചു നോക്കൂ. ബാലിക്ക് മായയെ കൊല്ലാനുള്ള മോട്ടീവ് എന്തായിരുന്നു? അവളാണ് ബാലിയുടെ എസ്.ഐ. റാംമോഹന്റെയും ഗൂഢാലോചന റെക്കോർഡ് ചെയ്ത് സതീശിന് കൊടുത്തത്. അതുകൂടി ഒന്ന് കേട്ടു നോക്കൂ. അതുപ്രകാരം ഒരു കൊലപാതകം നടത്തേണ്ട കാര്യമുണ്ടോ എന്ന്. അപ്പോ നമ്മളെന്താ പറഞ്ഞു വന്നത്? ചിത്രാലയം പൂട്ടിക്കണോ? ഇമാതിരി കുറെ കേസുകൾ കൊണ്ട് പൂട്ടിയാൽ സതീഷല്ല അവന്റെ ഉപ്പാപ്പ നിൽക്കില്ല. അത് ഉറപ്പാ. അതുപോരുന്നേ, വേറെന്തൊക്കെയോ കൂടി ചെയ്യണം. എന്നാലേ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കൂ. സൂപ്പർ ചിക്കന, സൂപ്പർ ടേസ്റ്റ്. അതെ, തണുത്ത സോഡ എടുക്കാം. ആ ദീപാവലിയുടെ ഇടയ്ക്കേറി വന്നത് ഒക്കെ കുളമായത്. അല്ലെങ്കിൽ കാണായിരുന്നു. നോക്കാം. ബാലി ഡോക്ടറെ, ഞാനൊരു ഉഗ്രൻ പ്ലാൻ പറയട്ടെ. പറയേ. ഈ സതീഷ് എന്ന് പറയുന്നവന് അവനെ എന്താ ഈ സംഭാഷണം മറച്ചുപിടിക്കാൻ ഒരാളെ കൊല്ലേണ്ട കാര്യമുണ്ടോ? സാറ് പറയുന്നതിലും കാര്യമുണ്ട്. നമ്മളെ വല്ലാതെ വഴിതെറ്റിച്ചു വിട്ടുവെന്നൊരു സംശയം. സംശയിക്കേണ്ട, സത്യമാണ്. നമ്മളെ നന്നായിട്ട് വഴിതെറ്റിച്ചു. കാരണം സ്വന്തം ഭർത്താവിനെ പ്രതിയാക്കാൻ വേണ്ടി സ്വകാര്യ സംഭാഷണം മറ്റൊരു വ്യക്തിക്ക് ചോർത്തി കൊടുക്കണമെങ്കിൽ തക്ക കാരണം വേണം. അയാളുമായി അവൾക്ക് തീവ്രമായ ബന്ധമുണ്ടാകുമെന്ന കാര്യം ഉറപ്പല്ലേ? അത് ശരിയാണ്. ഈ സതീശും ആ കുട്ടിയും തമ്മിൽ വഴിവിട്ടുള്ള ബന്ധമുണ്ടാകാൻ സാധ്യതയുണ്ട്. അയാളുടെ വീടും പരിസരവും ഒന്ന് സെർച്ച് നടത്തിയല്ലോ സർ? തീർച്ചയായും. ഉടനടി അത് ചെയ്യൂ. ശരി സർ. ഓക്കെ സർ.
അപ്പോ നമ്മളെന്താ പറഞ്ഞു വന്നത്? അതുപോലെ വേറെന്തൊക്കെയോ കൂടി ചെയ്യണം. എന്നാലേ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കും.